യൂറോപ്പിന്റെ കിഴക്കേയറ്റത്ത് നൂറ്റാണ്ടുകളായി സാമ്രാജ്യങ്ങളുടെ പതനത്തിനും വംശീയ സംഘർഷങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മണ്ണാണ് ബാൽക്കൻ. ഓട്ടോമൻ, ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യങ്ങളുടെ നിഴലിൽ നിന്നും 20-ാം നൂറ്റാണ്ടിൽ യൂഗോസ്ലാവിയ എന്ന ഒരൊറ്റ കമ്മ്യൂണിസ്റ്റ് കുടക്കീഴിലേക്ക് ഈ പ്രദേശം കൂട്ടിച്ചേർക്കപ്പെട്ടു. മാർഷൽ ടിറ്റോ എന്ന ഉരുക്കു മനുഷ്യൻ തന്റെ അനിഷേധ്യമായ അധികാരം കൊണ്ട് സെർബുകളും ക്രോട്ടുകളും ബോസ്നിയക്കാരുമെല്ലാം അടങ്ങുന്ന വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങളെ സാഹോദര്യവും ഐക്യവും എന്ന മന്ത്രത്താൽ കൂട്ടിക്കെട്ടി. എന്നാൽ 1980-ൽ ടിറ്റോയുടെ മരണത്തോടെ ആ കെട്ട് അഴിഞ്ഞു. ഉള്ളിൽ പുകഞ്ഞിരുന്ന വംശീയ ദേശീയതയുടെ തീപ്പൊരികൾ വീണ്ടും ആളിക്കത്താൻ തുടങ്ങി. 1990 മെയ് 13 ക്രൊയേഷ്യയിലെ ഡിനാമോ സഗ്രബും സെർബിയയിലെ റെഡ് സ്റ്റാർ ബെൽഗ്രേഡും തമ്മിലുള്ള മത്സരം അതൊരു കളി മാത്രമായിരുന്നില്ല, മറിച്ച് പരമാധികാരത്തിന് വേണ്ടിയുള്ള ക്രോട്ടുകളും അധിനിവേശത്തിന്റെ അഹങ്കാരവുമായി വന്ന സെർബുകളും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു. ബെൽഗ്രേഡിൽ നിന്നും അർക്കാൻ എന്ന കുപ്രസിദ്ധ കൊള്ളക്കാരന്റെ നേതൃത്വത്തിൽ ഡെലീജെ എന്നറിയപ്പെടുന്ന 3000-ഓളം സെർബ് അക്രമികൾ സ്റ്റേഡിയത്തിലേക്ക് ഇരച്ചുകയറി. മറുഭാഗത്ത് ക്രൊയേഷ്യൻ സ്വത്വത്തിന്റെ പ്രതീകമായ ബാഡ് ബ്ലൂ ബോയ്സ് എന്ന ആരാധക കൂട്ടവും. കളി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഗാലറികൾ യുദ്ധക്കളമായി. സെർബ് അക്രമികൾ സ്റ്റേഡിയത്തിന്റെ അതിരുകൾ തകർത്ത് ക്രൊയേഷ്യൻ ആരാധകരെ ആക്രമിക്കുവാൻ തുടങ്ങി. എന്നാൽ അവിടുത്തെ ക്രമസമാധാന പാലകർ, സെർബ് നിയന്ത്രിത ഫെഡറൽ പോലീസ് ഈ ആക്രമണത്തിന് നേരെ കണ്ണടച്ചു. എന്നത് മാത്രമല്ല, പ്രതിരോധിക്കാൻ ശ്രമിച്ച ക്രൊയേഷ്യൻ യുവാക്കളെ അവർ ക്രൂരമായി ലാത്തിച്ചാർജ് ചെയ്യാനും കണ്ണീർവാതകം എറിയുവാനും തുടങ്ങി. സ്റ്റേഡിയം മുഴുവൻ വിഷപ്പുകയാലും ആക്രോശങ്ങളാലും വിറകൊണ്ടു. ഈ ചോരക്കടലിന് നടുവിലാണ് സ്വനീമിർ ബോബൻ എന്ന 21-കാരനായ ഡിനാമോ സഗ്രബിന്റെ ക്യാപ്റ്റൻ നിലയുറപ്പിച്ചത്. കാൽപന്തുകളിയിലെ മാന്ത്രികനായ ആ യുവാവ് തന്റെ ജനത അടിച്ചമർത്തപ്പെടുന്നത് കണ്ട് സഹിച്ചില്ല. ഫെഡറൽ പോലീസുകാരനായ റഫീഖ് അഹ്മദോവിച്ച് എന്ന ഉദ്യോഗസ്ഥൻ മണ്ണിൽ വീണുകിടന്ന ഒരു ക്രൊയേഷ്യൻ ആരാധകനെ മൃഗീയമായി തല്ലിച്ചതയ്ക്കുന്നത് ബോബൻ കണ്ടു. പിന്നെ അവിടെ സംഭവിച്ചത് ചരിത്രത്തിന്റെ സ്വർണ്ണലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ട ആ നിമിഷമായിരുന്നു. ഒരു കാട്ടുതീ പോലെ ബോബൻ മുന്നോട്ട് കുതിച്ചു. ജീവനെയോ തന്റെ ഉജ്ജ്വലമായ ഫുട്ബോൾ കരിയറിനെയോ അയാൾ ഭയന്നില്ല. ഒരു സിംഹത്തിന്റെ വീര്യത്തോടെ വായുവിൽ ഉയർന്ന ബോബൻ തന്റെ കാൽമുട്ടുകൊണ്ട് ആ പോലീസുകാരന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. ഒരു ജനതയുടെ മുഴുവൻ ആത്മാഭിമാനവും ദശാബ്ദങ്ങളുടെ അടിച്ചമർത്തലിനെതിരെയുള്ള ക്രോധവും ആ ഒറ്റ ചവിട്ടിൽ അടങ്ങിയിരുന്നു. ഞാൻ എൻ്റെ ജീവിതവും കരിയറും പ്രശസ്തിയും പണയപ്പെടുത്തുവാൻ തയ്യാറായത് ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ്, എൻ്റെ ക്രൊയേഷ്യയ്ക്ക് വേണ്ടി. പോലീസുകാർ ബോബനെ വളഞ്ഞപ്പോൾ ഡിനാമോ ആരാധകർ ഒരു മനുഷ്യമതിലായി ബോബനെ കാവൽ നിന്നു. ആ മത്സരം ഉപേക്ഷിക്കപ്പെട്ടു. ബോബന്റെ ആ ഒറ്റ ചവിട്ട് യൂഗോസ്ലാവിയൻ ഫെഡറേഷന്റെ തകർച്ചയുടെ അന്തിമ വിളംബരമായിരുന്നു. ആ ചവിട്ടോടെ ക്രൊയേഷ്യക്കാരുടെ മനസ്സിലെ ഭയം ഇല്ലാതായി. തൊട്ടടുത്ത വർഷം 1991 ജൂണിൽ ക്രൊയേഷ്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. തുടർന്ന് രക്തരൂക്ഷിതമായ ആഭ്യന്തര യുദ്ധമായിരുന്നു. അന്ന് മാക്സിമർ സ്റ്റേഡിയത്തിൽ കല്ലെറിഞ്ഞ യുവാക്കൾ പിന്നീട് തോക്കുകളേന്തി അതിർത്തികളിൽ പോരാടി. ഇന്ന് മാക്സിമർ സ്റ്റേഡിയത്തിന് പുറത്ത് ഒരു സ്മാരകമുണ്ട്. അതിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു: 1990 മെയ് 13 ഈ മണ്ണിൽ വെച്ച് സെർബിയയ്ക്കെതിരെയുള്ള യുദ്ധത്തിന് തുടക്കം കുറിച്ച ഈ ക്ലബിന്റെ ആരാധകർക്കായി സമർപ്പിക്കുന്നു. ലൂക്ക മോഡ്രിച്ച് എന്ന ശാന്തനായ മാന്ത്രികന്റെ കാലത്തിനു മുന്നേ, ആ രാജ്യം ജനിക്കും മുന്നേ, ഒരു ജനതയുടെ മുഴുവൻ രോഷവും ഒരു ചവിട്ടിൽ ആവാഹിച്ച സാക്ഷാൽ സോറോ ബോബൻ. സിംഹത്തെ പോലെ വിരാജിച്ച മൈതാനം ഇന്നും അഭിമാനിയായി തലപൊക്കി നിൽക്കുന്നു.